അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഉമ്മ ഫൈസലിൻ്റെ പേര് പറഞ്ഞപ്പോൾ നുസൈബ ശരിക്കും ഞെട്ടിപ്പോയിരുന്നു. റബ്ബേ, എന്തൊക്കെയാണ് ഞാൻ കേൾക്കുന്നത്? അവളുടെ ചിന്തകൾ ആകെ മാറി മറഞ്ഞു. ഫൈസൽക്കിയുടെ രണ്ടാം ഭാര്യ പോയെന്നോ? എന്താണെന്നറിയില്ല. നുസൈബയുടെ മനസ്സിൽ വല്ലാതെയൊരു വിഷമം. അല്ലെങ്കിലും ഫൈസലിൽ നിന്ന് വേർപെട്ടു പോരാൻ അവൾ ഒരിക്കലും കൊതിച്ചിരുന്നില്ല. പിടിച്ചു പറിച്ച് ഒഴിവാക്കിയ പോലെയാണ് അവൾക്ക് സംഭവിച്ചത്. ഒഴിവാക്കിയിട്ടും ആ ഓർമ്മയിൽ നിന്ന് മോചിതയാവാൻ ഒരുപാട് സമയമെടുത്തു, ദിവസമെടുത്തു. ഉമ്മ പറഞ്ഞ ആ ഒരു വാക്ക് കേട്ടപ്പോൾ മനസ്സിനുള്ളിൽ എന്തൊക്കെയോ ഒരു വേദന. നുസൈബയുടെ ഉമ്മ അതാ വിളിക്കുന്നു. മോളെ നുസിയേ. ആ, എന്തോ ഉമ്മ? അല്ല, ഇജെന്താ ഇവിടെ നിൽക്കണേ? ഉമ്മ ഷമ്മാസൊക്കെ പോയിട്ട് എന്താ സങ്കടപ്പെട്ടിരിക്കുകയാണോ? ഹേയ് അല്ല ഉമ്മ. പിന്നെന്താ? പിന്നെ നമുക്ക് അഡ്മിഷൻ എടുക്കാൻ പോകണ്ടേ? 3-4 കോളേജിലൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും സൗകര്യം ഏതാണെന്ന് വെച്ചാൽ അത് ചെയ്യുക, എൻ്റെ ഇഷ്ടം പോലെ തന്നെ നിന്ന് പഠിക്കായിരിക്കും ഒന്നുകൂടി സേഫ്റ്റി എന്ന് എനിക്ക് തോന്നിയിരുന്നു. പിന്നെ എനിക്കും തോന്നി എന്നെ എന്നും ഇങ്ങനെ കാണാതിരിക്കുമ്പോൾ അതൊക്കെ ഞാൻ മോളുടെ ഇഷ്ടം പോലെ. പിന്നെ ഏറ്റവും നല്ല എവിടെയെന്ന് വെച്ചാൽ നമുക്ക് തിരഞ്ഞു പിടിച്ച് കണ്ടുപിടിക്കാം. പല കോളേജിലും കച്ചറയും കാര്യങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞ് കേട്ടിക്കണ് എന്ന് കരുതി എല്ലായിടത്തും ഉണ്ടാവുന്നില്ല കേട്ടോ, ഉള്ളിടത്തേ ഉണ്ടാവുള്ളൂ. പിന്നെ എന്തൊക്കെ തന്നെയല്ലേ നമ്മൾ കഴിയണമെങ്ങനെ അതുപോലെ ഇരിക്കും. പലരും പറയും അവിടെ കച്ചറാണ്, പെൺകുട്ടികൾ അങ്ങനെ പഠിക്കാൻ വിടാൻ പാടില്ല. അതൊന്നും അങ്ങനെയൊന്നല്ല അതിൻ്റെ കാര്യങ്ങൾ. കുട്ടികളെ മനസ്സെങ്ങനെ ഇരിക്കണം അതുപോലെ ഇരിക്കും. അതിപ്പോൾ കുറേ കേടുന്ന ആൾക്കാരടി കൊണ്ടിട്ടിട്ട് ഒരിക്കലും ഒരു കുട്ടി കേടു വരണമെന്നില്ല. അതൊക്കെ അവനാൻ്റെ ചിന്താഗതി പോലെ അവനാൻ്റെ സൂക്ഷ്മതയോട് കൂടി എല്ലാം ഇരിക്കും. എൻ്റെ പൊന്നു മോളെ, എനിക്ക് നിന്നോട് പറയാനുള്ള മറ്റൊന്നുമല്ല, എവിടെ ചെന്നാലും നമ്മൾ ദീന് വിട്ട് കളിക്കാൻ പാടില്ല. നമ്മളൊരു മുസ്ലിമാണ്, നമുക്ക് അതിനനുസരിച്ച് നിയമങ്ങളും കാര്യങ്ങളുണ്ട്. ആ ഒരു നിയമത്തിൻ്റെ അപ്പുറത്തേക്കായിട്ട് നമ്മൾ ജീവിക്കരുത്. അതെപ്പോഴൊരു പഠിച്ചവനെ പേടി ഉണ്ടാവണം. 5 വക്ത് നിസ്കാരവും പിന്നെ നമ്മളോട് കൽപ്പിച്ച് നിർബന്ധമായ കാര്യങ്ങൾ അത് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുക. പിന്നെ വല്ലാതെ അരിക്കും ദിക്കൊന്നും പോകാതെ ജീവിച്ചാൽ ഒരു കുഴപ്പം ഒരു തെറ്റും കുറ്റും വരില്ല. ഒക്കെ നമ്മളെ മട്ടം പോലെയാണ്. പലർക്കൊരു സംശയമുണ്ട്, ദൂരേക്ക് പഠിക്കാൻ പോയ പെൺകുട്ടികൾ അവർ പഠിക്കാൻ പോയിക്കണ്, എന്നാൽ പിന്നെ ഇനി പറയണ്ട. പഠിക്കാൻ പോകാത്ത കുട്ടികൾ നല്ല കുട്ടികളും പഠിക്കാൻ പോയ കുട്ടികൾ ചീത്ത കുട്ടികളായിട്ട് ഒരു സമൂഹം തന്നെ കണക്കാക്കുന്നുണ്ട് ആൾക്കാർ. അങ്ങനെ മാറ്റി മറിച്ചു അല്ലേ. പിന്നെന്തേ, കുട്ടികൾക്ക് പഠിക്കൊന്നും വേണ്ടേ? ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുകയാണെങ്കിൽ പല തെറ്റിദ്ധാരണകളും പലതും പറഞ്ഞുണ്ടാക്കുക, പലതും പരത്തുക അങ്ങനെ. പക്ഷേ എന്നും പോയി വരുന്നവർക്കാണ് അതിനേക്കാളും വലിയ ബുദ്ധിമുട്ടുണ്ടാകുക എന്നുള്ള കാര്യം ഇവർ അറിയണില്ല. ഹോസ്റ്റലിലാകുമ്പോൾ ലേഡീസ് ഹോസ്റ്റലിൽ അതിനുള്ള കാര്യങ്ങൾ, അതിനുള്ള സെക്യൂരിറ്റി എല്ലാം ഉണ്ടാവും. നല്ല ചിട്ടയോട് കൂടി തന്നെ കാരണം അവിടുത്തെ കാര്യങ്ങൾ. പക്ഷേ എന്നും വരവും പോക്കും ഉള്ള കോളേജൊക്കെ ആകുമ്പോഴാണ് പിന്നെയും വലിയ ഇതിലൊക്കെ ഓരോന്നിൽ പെടൽ. അതുകൊണ്ടാണ് മോളെ ഞാൻ പറഞ്ഞത് നിന്ന് പഠിക്കായിരിക്കും നല്ലത് എന്നുള്ളത്. അങ്ങനെ ആകുമ്പോൾ പെൺകുട്ടികൾ മാത്രമല്ല, ഹോസ്റ്റലായപ്പോൾ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. ക്ലാസ് മിക്സ്ഡ് ക്ലാസ് ആണെങ്കിലും താമസം അതൊക്കെ ഒറ്റയ്ക്ക് തന്നെയല്ലേ, ലേഡീസ് ഒറ്റയ്ക്ക് തന്നെയല്ലേ. പിന്നെ ഇപ്പോൾ എന്താ, എനിക്ക് പ്രശ്നമായിട്ടൊന്നും തോന്നില്ല. പക്ഷേ പലരും തെറ്റിദ്ധരിക്കും, മോളവിടെ നിന്ന് പഠിക്കുകയാണല്ലോ പറയുമ്പോൾ തന്നെ എന്നാൽ പിന്നെ വേറൊന്നും വിചാരിക്കണ്ട, അങ്ങനത്തെ ഒരു ചിന്താഗതി ഉള്ളവരുണ്ട്. പലർക്കും അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്, പുറത്ത് പോയി പഠിച്ച കുട്ടികളൊന്നും കല്യാണം കഴിക്കാൻ പറ്റൂല. അങ്ങനെ ഓരോരുത്തരും സമൂഹത്തിനുണ്ടാക്കി തീർക്കുക, പെൺകുട്ടികൾക്ക് മാത്രം. പക്ഷേ ആൺകുട്ടികൾ എത്ര പുറത്ത് പോയി പഠിക്കുകയെ അകത്ത് പോയി പഠിക്കുക എവിടെ പോയി പഠിച്ചാൽ ആൺകുട്ടികൾക്കൊരു ചീത്തപ്പേരില്ല, പെൺകുട്ടികൾക്കാണിത് മുഴുവനും. അപ്പോൾ ഈ കുട്ടികൾക്കൊന്നും പഠിക്കണ്ടെന്നപ്പോൾ ഞാൻ ആലോചിക്കണത്. ഉമ്മ, അതങ്ങനെ പറഞ്ഞ് നടക്കണോലല്ലേ, അത് ഓരോ സ്വഭാവം പറഞ്ഞ് നടക്കുക. അല്ലാതെ ഞമ്മക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ പേടിക്കേണ്ടതുള്ളൂ. ശരിയാണ് മോളെ, നമ്മളെ ഭാഗം നമ്മൾ ക്ലിയർ ആക്കിയാൽ മതി. ഒന്നിക്കും പോകാതെ നല്ല രീതിയിൽ അങ്ങോട്ട് ജീവിച്ചാൽ മതി. ഉമ്മ, ഞാൻ എവിടെ പോയി പഠിക്കുകയാണെങ്കിലും നിന്ന് പഠിക്കുകയാണെങ്കിലും ദീന് വിട്ടുള്ള കളിക്കൊന്നും ഞാനില്ല. സത്യമായിട്ടും ഉമ്മ, എനിക്കൊരു അപേക്ഷ കൂടിയുണ്ട്. ഒരു പക്ഷേ ഗവൺമെൻറ് കോളേജുകളിലൊക്കെ നല്ല രീതിയിലുള്ള യൂണിഫോമും കാര്യങ്ങൾ ഒക്കെ ഉണ്ടാകും. പക്ഷേ എനിക്ക് ഹിജാബ് ധരിക്കാതെ പറ്റില്ല ഉമ്മ. അതിപ്പോൾ MBBS പഠിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അതൊന്നും അലൗഡല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രയാസമായിരിക്കും. അതുകൊണ്ടുമ്മ, എനിക്കിഷ്ടം എപ്പോഴും ഹിജാബ് ധരിച്ചു കൊണ്ട് തന്നെ ക്ലാസ്സിലിരിക്കുന്നതുമാണ്. ഇപ്പോൾ ഞാൻ ഇത്രയ്ക്കും റാങ്കൊക്കെ നേടിയെടുത്തത് അത് ധരിച്ചുകൊണ്ട് മാത്രമല്ലേ. അതിനിപ്പോൾ ഏതെങ്കിലും കോളേജുകാർക്ക് പറ്റുമോ ഇല്ലേ അതൊന്നും പറയാൻ പറ്റില്ല. എക്സാം ഹാളിലേക്ക് പോലും ഹിജാബ് ധരിച്ച് കയറ്റാത്ത ആളുകളുണ്ടായിരുന്നു. അതൊക്കെ അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ മോളെ, അപ്പം ഈ വായിച്ചില്ലേ അതിനെക്കുറിച്ച് പത്രത്തിൽ വന്നത്? ഉമ്മ, ഇല്ലല്ലോ. ഇത് നോക്ക്,
ഞാൻ ഈ ന്യൂസ് പേപ്പർ സന്തോഷം കൊണ്ട് ഇവിടെ എടുത്തു വെച്ചേക്കായിരുന്നു. ആ ഒരു ന്യൂസ് പേപ്പർ നുസൈബ വായിക്കുന്നു. ഒരുപാട് ഫാഷൻ രീതിയിലുള്ള വസ്ത്രങ്ങളെല്ലാം ധരിച്ച് നടന്നിരുന്ന കുട്ടികളുടെ ഇടയിലാണ് നുസൈബ പഠിച്ചിരുന്നത്. പക്ഷേ ഒരിക്കൽ പോലും അവൾ അവളുടെ നിഖാബ് ഊരിയിട്ടില്ലായിരുന്നു എന്നാണ് അവളുടെ സഹപാഠികളെല്ലാം പറയുന്നത്. പല സ്ഥലങ്ങളിലും ഹിജാബ് ധരിക്കൽ വളരെയധികം വിലക്ക് ഏർപ്പെടുത്തിയിട്ടും പക്ഷേ ആ കുട്ടി അത് ധരിച്ചുകൊണ്ട് തന്നെ അതാ ഉയർന്ന വിജയം കരസ്ഥമാക്കിയിരിക്കുന്നു. അങ്ങനെ ധരിച്ചും പുറത്തേക്ക് ഇറങ്ങാം, പഠിക്കാം എന്നവൾ തെളിയിച്ചിരിക്കുന്നു. ഉമ്മ, ഇതൊക്കെ ഉണ്ടായിരുന്നോ? ആരതൊക്കെ ഇൻ്റർവ്യൂ ചെയ്തു കൊടുത്തത്? എന്താണാവോ? മോളെ, അതൊന്നും എനിക്കറിയില്ല. പത്രക്കാരൊക്കെ എത്ര വന്നിരുന്നു ഈ ICUയിൽ കിടക്കണമെന്ന്. പത്രക്കാരായിട്ടും TV ക്കാരായിട്ടും മീഡിയക്കാരെല്ലാവരും അഭിപ്രായങ്ങൾ ഓരോന്ന് ചോദിച്ചു വരികയായിരുന്നു. എത്ര ആളുകൾ ഫോട്ടോ ചോദിച്ചു എൻ്റെ. പക്ഷേ എൻ്റെ ഫോട്ടോസ് മുഴുവൻ മുഖം കാണിക്കുന്ന ഫോട്ടോ ഒന്നും എൻ്റെ കുട്ടി എടുക്കാറില്ലല്ലോ. എല്ലാത്തിലും ആ ഒരു ഇത് ഉണ്ടാവുമല്ലോ. പിന്നെ അത്യാവശ്യമായിട്ടുള്ള അന്നത്തെ SLCക്കൊക്കെ എടുത്ത ആ ഒരു ഫോട്ടോ, പിന്നെ +2ൻ്റെത്. അല്ലാതെ വിചാരിച്ച് കണ്ട് പിന്നെ അതൊന്നും കഴിഞ്ഞതിന് ശേഷം എൻ്റെ കുട്ടി മുഖം കാണിച്ച് നടന്നിട്ടുമില്ലല്ലോ. പിന്നെ ഉപ്പ പറഞ്ഞു കേട്ടിന്, ഉപ്പാനോട് ഉപ്പാൻ്റെ സ്നേഹിതൻ പറഞ്ഞ കോളേജിൻ്റെ മുമ്പിലൊക്കെ ഉണ്ടല്ലോ വലിയ ഫ്ലെക്സിൽ എൻ്റെ ഹിജാബ് ധരിച്ച ഫോട്ടോ ആണ് വെച്ചേക്കണത്. ഹിജാബിൽ കുരുത്ത വിജയം എന്നോ അങ്ങനെ എന്തൊക്കെ എഴുതി വെച്ചേക്കണമെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. അത് കേട്ട് നുസൈബ ചിരിക്കുന്നു. മോളെ, ഇനിയിപ്പോൾ മറ്റേ കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കണ്ടിട്ടോ എളാപ്പാനോടൊന്നും. എന്ത് കാര്യമ്മ? അല്ലേ ഇപ്പോൾ ഫൈസലിനെന്തോ സ്വഭാവത്തിലൊക്കെ മാറ്റം വന്ന് ഓന് അങ്ങനെയൊക്കെയാണെന്നോ? അതൊന്നും പറയണ്ട. കാരണം എളാപ്പാൻ്റെ കയ്യിൽ കിട്ടുക, എളാപ്പാക്ക് തന്നെ കുറച്ച് മുൻദ്വേഷമുള്ള ആളാണ്. അതായത് അന്ന് തന്നെ ഓനെ വെച്ചക്കൂല അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടി ഈ ഒരു അപകടം കൂടി ഉണ്ടായപ്പോഴേ എളാപ്പ പറഞ്ഞു ഒരിക്കലും ഓലെ വീട്ടിൽ തന്നെ കല്യാണം കഴിപ്പിച്ച് വിടൂല. അത്തരക്കാരാണ് ഓല്. ഒരു പ്രാവശ്യം തന്നെ എൻ്റെ കുട്ടീൻ്റെ ഭാവി ജീവിതം കേടുന്നതാണ്. ഇപ്പം അത് വീണ്ടും ഇറങ്ങിയിരിക്കണം, എന്തിനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പലതും പറഞ്ഞു. തൽക്കാലം ഇപ്പോൾ ഒന്നും അതിനെക്കുറിച്ച് പറയണ്ട. ഇപ്പം ആണെങ്കിൽ നിക്കാഹിനെ കുറിച്ച് അതും പറയണ്ട. എൻ്റെ കുട്ടി ഇപ്പോൾ തൽക്കാലം നല്ല രീതിയിൽ പഠിക്കാൻ പോവാം. അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് അതുകൊണ്ട് കഴിക്കുകയും ചെയ്യാം. പിന്നെ അപ്പോൾ ഒന്ന് പറയാം. അല്ലാതെ ഇപ്പോൾ ഈ ഫൈസലിൻ്റെ കഥ ഒന്നും പറയണ്ട കേട്ടോ. ഉമ്മ, ഞാനെന്ത് പറയാനാ? ഞാൻ ആരോടും ഒന്നും പറയില്ല. എനിക്കൊന്നും പറയുകയും വേണ്ട. പാവാ ഷമ്മാസ്, ഓനെ കുറേ ചീത്തറിഞ്ഞു അന്ന് ആ സമയത്ത്. അതിന് ആൾക്കാരെന്തൊക്കെയോ തെറ്റിദ്ധരിച്ച് പരുത്തില്ല ചങ്ങായി. എന്തായാലും ഓൻ്റെക്ക് 2 കിട്ടി അവിടെ കിടക്കുകയാണെന്നൊക്കെ പറഞ്ഞു കേട്ടത്. അതേതായാലും നന്നായി. മനസ്സമാധാനത്തോടൊന്ന് ജീവിക്കാലോ. അല്ലെങ്കിൽ എൻ്റെ കുട്ടിക്കൊന്ന് പുറത്തിറങ്ങി പോകാൻ ആ ബസ് സ്റ്റോപ്പ് വരെ പോകുമ്പോഴത്തിന് വരും അത്ര, വണ്ടിയിൽ കയറിക്കോ കണ്ടാക്കി തരാം എന്ന് പറഞ്ഞത്. എന്തൊരു സ്വഭാവം അത്! ഇത്രയും പ്രായമായി തന്താർക്കും ഇങ്ങനത്തെ സ്വഭാവം ഉണ്ടാവുമോ? നുസൈബയുടെ ഫോണതാ ബെല്ലടിക്കുന്നു. മോളെ, എൻ്റെ ഫോണതാ ബെല്ലടിക്കണേ. ആരാ? ഷിഫ. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. നുസൈബ, എന്തൊക്കെ സുഖല്ലേ? പിന്നെ ഡിസ്ചാർജ് ചെയ്തതിനു ശേഷം വീട്ടിലേക്കൊന്നും വന്നിട്ടില്ല കേട്ടോ. ഇൻഷാ അല്ലാ വരണ്ട്. പിന്നെ ഒരു കാര്യം പറയാനാണ് വിളിച്ചത്. അതായത് അസ്കറും അവൻ്റെ ഉമ്മയും നിൻ്റെ വീട്ടിലേക്ക് വരണമെന്ന് പറയുന്നുണ്ട്. പിന്നെ എന്നെയും അവൻ്റെ ഉമ്മ ക്ഷണിച്ചിരുന്നു. അപ്പോൾ ഇൻഷാ അല്ലാ പറ്റുന്നുണ്ടെങ്കിൽ ഞങ്ങൾ വരണ്ട് കേട്ടോ. ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ എനിക്കൊരു ശരിക്കൊരു ബോധമൊന്നും ഇല്ലായിരുന്നല്ലോ. ഇപ്പോഴല്ലെല്ലാം ക്ലിയർ ആയത്. അപ്പോൾ ഇൻഷാ അല്ലാ ഞങ്ങൾ അങ്ങോട്ട് വരണ്ട്. എടി, സത്യമായിട്ടും വേം വാ. എനിക്ക് സത്യം പറഞ്ഞാൽ നിങ്ങളെയൊക്കെ കാണാൻ കൊതിയായി. അങ്ങനെ അങ്ങ് വരാൻ പറ്റൂലല്ലോ പെണ്ണേ. അതായത് നീ വലിയ റാങ്കുകാരിയല്ലേ, എൻ്റെ അടുത്ത് കയ്യും വീശി വരാൻ പറ്റുമോ? എടി പെണ്ണെ, ഒരു സാധനം കൊണ്ടുവരണ്ട കേട്ടോ. ഇവിടെ ഇന്നലെ ഷമ്മാസും ഉമ്മയൊക്കെ വന്നിട്ട് ഒരുപാട് സാധനങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട്. അല്ല പെണ്ണെ, നീ അറിഞ്ഞില്ലേ? ഫ്ലെക്സിലൊക്കെ ഇങ്ങനെ കണ്ടു. ഉയർന്ന റാങ്ക് നേടിയ നമ്മുടെ നാടിൻ്റെ പ്രിയ താരമായ നുസൈബയെ ആദരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മളെ സ്കൂളിന് മുമ്പിലൊക്കെ ഉണ്ടല്ലോ. അത് എന്തായാലും നമുക്ക് പൊളിക്കണം മുത്തേ. നമ്മളെ ക്ലാസ്സിലെ എല്ലാ ഫ്രണ്ട്സും കാര്യങ്ങളും എല്ലാവരും ഉണ്ടാവും. നമ്മളെ സ്കൂളിൽ വെച്ചാണ് ഇത്ര പ്രോഗ്രാം. വലിയ പ്രോഗ്രാമാണ്. നിന്നെ ആദരിക്കലേ. പടച്ച റബ്ബേ, എനിക്കതൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ലടി. അതൊന്നും വേണ്ടില്ലായിരുന്നു. അത് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ സ്കൂളിൻ്റെ നല്ലൊരു വിജയമല്ലേ എടി. എനിക്കൊക്കെ റാങ്ക് ഉണ്ട്, വളരെ അങ്ങേ അറ്റത്താണ്. അതുകൊണ്ടൊന്നും കിട്ടൂലടി. ഇനിയിപ്പോൾ ചേരുകയാണെങ്കിൽ വേറെ വല്ല ഇതിനൊക്കെ ചേരേണ്ടി വരും. വെയിറ്റിംഗ് ലിസ്റ്റിൽ പോലും ഞാനില്ലടി. എടി ഷിഫ, നീ പറഞ്ഞത് എന്നെ ആദരിക്കുന്ന ചടങ്ങ് എന്ന് വെച്ചാൽ എനിക്കിടി സത്യം പറഞ്ഞ സ്റ്റേജിൽ കയറാനൊക്കെ എനിക്ക് മടിയാണടി. എല്ലാവരും കാണൂലേ നമ്മളെ. അതിനെന്താ പെണ്ണേ നിനക്ക്? ഇത്രയ്ക്കും വലിയൊരു സ്ഥാനം നിനക്ക് കിട്ടിയിട്ട് അതിനാണല്ലോ അവൾക്ക് മടി. എല്ലായിടത്തും ഫ്ലെക്സിലൊക്കെ ഇപ്പോൾ എൻ്റെ മുഖം തന്നെയാണ്. എൻ്റെ മുഖമോ? അല്ല, മുഖമല്ലെങ്കിലും നിൻ്റെ
ആ ഒരു ഫോട്ടോയും നിൻ്റെ ഒരു ആ പേരൊക്കെ അല്ലേ, പിന്നെ ഇപ്പം എന്താ? പെണ്ണെ, അഭിമാന നിമിഷങ്ങളാണ് നിനക്കുള്ളത്, അത് മാക്സിമം മുതലാക്കുക വേണ്ടത്. അല്ലാതെ പേടിയാണ്, മടിയാണ്, സ്റ്റേജിൽ കയറൂല എന്ന് പറഞ്ഞ് പിന്നിലേക്ക് നിൽക്കല്ലേ വേണ്ടത്. അത് നമ്മളെ നാട്ടുകാരെ മുഴുവൻ ക്ഷണിച്ചിട്ടുണ്ടാവും ആ ഒരു പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട്. കാരണം ഈ നാടിൻ്റെ അഭിമാനമായ നുസൈബയാണ്. നുസൈബക്ക് അത് കേട്ടിട്ട് എന്തൊക്കെയോ തോന്നി. പഠിച്ചോനെ, ഇത്രയും ആളുകളുടെ മുമ്പിൽ ഞാൻ അപ്പോൾ പിന്നെ നമുക്ക് ഇൻഷാ അല്ലാ കാണാട്ടോ. എന്തായാലും നമ്മളെ കോളേജിലത്തെ ഓൾഡ് സ്റ്റുഡൻസും അതുപോലെ ഇപ്പോഴും നമ്മൾ കഴിഞ്ഞ ബാച്ചും വരാനുള്ളവരും ഒക്കെ ഉണ്ടാകും. പിന്നെ വലിയൊരു പരിപാടി തന്നെയാണ് സംഘടിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. കാരണം അവർക്ക് അവരുടെ സ്ഥാപനത്തിൽ ആദ്യമായിട്ടാണത്രേ അങ്ങനെ അത്രക്കും വലിയൊരു റാങ്ക് നേടാൻ കഴിഞ്ഞത്. അപ്പോൾ അത് ഒരു ആഘോഷിക്കുക. ഇനി നോക്കോ, ഇഷ്ടം പോലെ അഡ്മിഷൻ കിട്ടും അവർക്ക്. കാരണം അവിടെ നിന്ന് പഠിച്ചാൽ റാങ്ക് ഉറപ്പാണ് എന്നല്ലേ, അത് തെളിയിച്ചില്ലേ. അപ്പോൾ പിന്നെ എന്തായാലും അഡ്മിഷനൊക്കെ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു പ്രോഗ്രാം എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് തന്നെ നടത്തും. അത് ഉറപ്പാണ്, നോക്കിക്കോ. പിന്നെ എന്തൊക്കെയാ, ഇപ്പോൾ ഒന്നുമില്ലല്ലോ, പ്രശ്നവും പ്രയാസവും ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ? ഇല്ലടി, ഇപ്പോൾ ഒന്നുമില്ല. പിന്നെ പിന്നെ പേടി ഹുസൈനാജി ആയിരിക്കും അല്ലേ? അയാൾക്കുള്ള പണിയൊക്കെ നമുക്ക് കൊടുക്കണം. എടി, അദ്ദേഹം ഒരു പണി കെട്ടി കിടപ്പിലാണല്ലോ, നീ അറിഞ്ഞില്ലേ? ഇല്ല, ആരാണ്, എന്താ സംഭവം, പറയടി. അതെ, ഷമ്മാസിനെതിരെ അവർ രാത്രി ഒരു അക്രമം അഴിച്ചുവിട്ടത്രേ. അവൻ രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്ന സമയത്ത്. പക്ഷേ ഷമ്മാസിന് അല്പം പരിക്കുകളൊക്കെ ഏറ്റു. എല്ലാവരെയും തുരത്തി ഓടിച്ചു, അവസാനമായി ഹുസൈനാജിയെയും. സത്യം പറയടി. പഠിച്ചോനെ, ഇത്രയും വലിയൊരു സന്തോഷ വാർത്ത ഉണ്ടായിട്ട് എന്ത് എന്നെ അറിയിക്കാതിരുന്നത്? ഞാൻ വിചാരിച്ചു നിനക്കൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുമെന്ന്. നുസൈബ, ഞാൻ ഫോൺ കട്ട് ചെയ്യട്ടെ കേട്ടോ. ഞാനേ അവരോടൊന്ന് വിവരം പറയട്ടെ. പാവം ആ ഉമ്മയും ആ മകനൊക്കെ പേടിച്ച് നിൽക്കുകയാണ് ബാപ്പാൻ്റെ ഈ ഒരു സ്വഭാവം കൊണ്ട് തന്നെ. ഷിഫ അതാ സന്തോഷത്തോടു കൂടി അസ്കറിൻ്റെ വീട്ടിലേക്ക് ഓടുന്നു. ഉമ്മ ചോദിച്ച്, എടുക്കാ പെണ്ണേ ഈ ഇങ്ങനെ പായണത്? ഉമ്മ, അതെ, ആ ഹുസൈനാജി ഉണ്ടല്ലോ, അയാൾ ഷമ്മാസ് ഒരു മൂലക്കിലാക്കിയിരിക്കണമെന്ന്. തന്നെ? പഠിച്ച റബ്ബേ, ഷമ്മാസിന് അതിനൊക്കെയുള്ള ശക്തിയൊക്കെ ഉണ്ടോ? പിന്നെ ഓനോട് നേരിട്ട് യുദ്ധം ചെയ്താൽ ആരും ജയിക്കൂല. അത് പിന്നിലൂടെ ചതിയിലൂടെ പിന്നെ കീഴ്പ്പെടുത്താൻ ആർക്കും കഴിയുമല്ലോ. അന്ന കഥ സംഭവിച്ചത് നേരിട്ടാണത്ര ഇത്. അതുമാത്രമല്ല, അയാളുടെ കൂടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു എന്ന്. അവരൊക്കെ തോൽപ്പിച്ചിട്ട് ലാസ്റ്റ് ഹുസൈനാജി അവരുടെ നേർക്ക് ഇറങ്ങിയതാണത്രേ. അപ്പോൾ പിന്നെ ഷമ്മാസും വെറുതെ വിട്ടില്ലായിരുന്നോ. ഫസ്റ്റ് ഉപദ്രവിച്ചത് അവനെയാണ്. പിന്നെയെന്ന് വെച്ചാൽ എത്ര വെച്ചത് അത് കൊണ്ടു നിൽക്കുക. ലാസ്റ്റ് അവനും അവൻ്റെ കഴിവാണ് പ്രയോഗിച്ചു എന്ന് പറഞ്ഞു. തന്നെ സമാധാനമായല്ലോ. പാവം ഇറ്റങ്ങൾ എത്ര ഇടങ്ങാറാണ്. അതിൻ്റെ പെണ്ണുങ്ങളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിക്കണ് അയാളെ കൊണ്ട്. ഉമ്മ, ഞാൻ ഈ ഒരു സന്തോഷ വാർത്ത ഒന്ന് പോയി പറയട്ടെ. ആ ഉമ്മയും മോനും കുറേ ദിവസമായില്ലേ പേടിച്ച് ജീവിക്കണ്, ബാപ്പാനെയും ശിങ്കിടികളെയും. ഇനിയിപ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഉമ്മ, ഞാനിത് ഇപ്പോൾ വരാം. ഷിഫ അതാ സന്തോഷത്തോടു കൂടി അവരുടെ വീട്ടിലേക്ക് പോകുന്നു. ഉമ്മ ഷിഫ ഓടിക്കിതച്ചുകൊണ്ട് വരുന്നത് ഉമ്മ സിറ്റൗട്ടിൽ നിന്ന് തന്നെ കാണുന്നുണ്ടായിരുന്നു. എന്തേ ഷിഫ മോളെ ഇങ്ങനെ ഓടിക്കതിച്ച് വരുന്നത്? ഉമ്മ, അറിഞ്ഞോ? എന്ത്? അല്ലേ, നിങ്ങളെ ഹസ്ബൻഡ് ഉണ്ടല്ലോ, അതായത് ഹുസൈനാജി, അയാളെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്നോ? പ്രഭേ, അല്ല അതല്ലോ ഉമ്മ. അയാളെ ഷമ്മാസിനെ വീണ്ടും തോൽപ്പിക്കാൻ തല്ലുണ്ടാക്കാൻ വേണ്ടി പോയിട്ട് ഷമ്മാസ് അതിനെ നല്ല പെരുമാറിയിരിക്കണമെന്നാണ് പറഞ്ഞു കേട്ടത്. അതുകൊണ്ട് ഇപ്പോൾ അയാൾക്ക് പഴയ പോലെ അങ്ങോട്ട് എഴുന്നേറ്റ് നടക്കാമെന്നും വയ്യാന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത്. പഠിച്ച റബ്ബേ, അൽഹംദുലില്ലാ. ഒരു പെണ്ണും ഭർത്താവിനിങ്ങനെ പറ്റിയെന്ന് പറയുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയുന്നുണ്ടാവില്ല. പക്ഷേ മോളെ, എൻ്റെ അനുഭവം കൊണ്ടാണ് എനിക്ക് അത്രക്കും ഞാൻ ഇടങ്ങാറായിപ്പോയി. ഞാനും എൻ്റെ കുട്ടി അങ്ങനെ തന്നെ ഒരുപാട് ഞങ്ങൾ സഹിച്ചു. ഇനിയും സഹിക്കാനാവില്ല. പഠിച്ചോനെ, എന്തെങ്കിലും അയാളെന്നെ വീഴ്ത്തിയിരുന്നെങ്കിൽ ഞാൻ എന്നും ദുആ ചെയ്തിരുന്നു. എന്നാലും ഷമ്മാസ് ആൺകുട്ടിയാണ്, ഓനെ ധൈര്യത്തോടെ ചെയ്തല്ലോ. പഠിച്ചോനെ, എനിക്ക് ആ കുട്ടീനെ കണ്ടാൽ എനിക്കൊരു നന്ദി പറയണമെന്നുണ്ടായിരുന്നു. ഉമ്മ, ഇനിയിപ്പോൾ പേടിക്കാനൊന്നുമില്ല. ഇനിയിപ്പോൾ അയാൾ കാലൊക്കെ റെഡിയായിട്ട് എണീറ്റിട്ട് പക്ഷേ എന്നാലും അയാൾക്കെതിരെയുള്ള കൂടെയുള്ള ശിങ്കിടികൾ ഉണ്ടാവും. അവറ്റുകളെ ഒന്ന് പേടിക്കണ്ടേ? പൊന്നു മോളെ ഷിഫ, അവറ്റുകളൊന്ന് പേടിക്കാന്ന് വെച്ചാൽ അവൾക്ക് മനുഷ്യന്മാരുടെ സ്വഭാവമെങ്കിലും ഉണ്ടാവും. ഇതിനോ എന്ത് സ്വഭാവമാണ്? ഒരുപാട് സഹിച്ചു, ഒരുപാട് കഷ്ടപ്പെട്ടു, ബുദ്ധിമുട്ടി. ഇനിയും സഹിക്കാനാവില്ല. അവസാനം ഒളിച്ച് താമസിക്കേണ്ട ഗതിയാണ് എനിക്ക് വന്നത്. മോളെ, എനിക്കിപ്പോൾ അയാളെ കാണാൻ തോന്നുകയാണ്. ഒന്നിനുമല്ല,
അയാളുടെ മുഖത്ത് നോക്കി 4 ചീത്ത പറയാൻ. മറ്റൊന്നിനുമല്ല, ഞാൻ എൻ്റെ മോനെയും കൂട്ടി പോവാണ് അയാളുടെ മുമ്പിലേക്ക്. എനിക്ക് അയാളെ കാണണം. അയാൾ ദയനീയമായി ഇരിക്കുന്നത്, അയാൾക്കൊന്നും കഴിയാത്ത ലെവലിൽ ഇരിക്കുന്നത് എനിക്കൊന്ന് കണ്ട് ആസ്വദിക്കണം. ഉമ്മ, നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിക്കാം. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയുകയും ചെയ്യാം. കാരണം ഒരുപാട് നിങ്ങൾ അനുഭവിച്ചതല്ലേ. അയാളുടെ മുമ്പിൽ പൂച്ചക്കുട്ടിയെ പോലെയല്ലേ നിങ്ങൾ കഴിഞ്ഞിരുന്നത്. ഇപ്പോഴിതാ നിങ്ങളുടെയൊക്കെ അവസരമാണിത്. പഠിച്ചവനായിട്ടാണ് അത് ഉണ്ടാക്കി തന്നത്. പാവം എൻ്റെ മോനെ, വിവാഹക്കാര്യം വരെ ഒന്നും ശരിയാവില്ല എന്നുള്ള രീതിയിലാണ് അവൻ്റെ ചിന്താഗതികൾ. കാരണം ബാപ്പാക്ക് ഇങ്ങനെയല്ലേ, പിന്നെപ്പോൾ എങ്ങനെ മക്കൾക്ക് റെഡിയാകും? നല്ല ടെൻഷനുണ്ട്. പിന്നെ കൂട്ടുകാരുടെ ഇടയിലൊക്കെ അവൻ എപ്പോഴും പരിഹസിക്കപ്പെട്ടവനാവുകയും ചെയ്യും. എന്ത് ചെയ്യാം, അതിനൊക്കെ ഒരു നല്ലൊരു അവസരം കൂടിയാണിത്. അതിൽ നിന്നൊക്കെ ഒരു മോചനം ലഭിക്കണം. അയാളുടെ മുഖത്ത് നോക്കി 2 വർത്താനം പറയാണ്ട് എനിക്ക് കുറേ ആയി. വീട്ടിൽ നിന്നൊക്കെ ആകുമ്പോൾ അയാളുടെ മുമ്പിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അപ്പം കിട്ടും മുഖമടക്കിയടി, പിന്നെ ചോരക്കളമായിരിക്കും. അങ്ങനെ ഒരുപാട് അനുഭവിച്ചു, വേദനിച്ചു ഞാനും എൻ്റെ കുട്ടിയും. ഇനി അതിൽ നിന്ന് ഒരു മാറ്റം വേണം. ഒന്ന് കാണാൻ പോകുക തന്നെ വേണം. മോളെ ഷിഫ, ഞാൻ മോനോട് കാര്യങ്ങളൊക്കെ ഒന്ന് പറയട്ടെ കേട്ടോ. അസ്കർ അപ്പോൾ ടൗണിലേക്ക് പോയതായിരുന്നു. എന്തൊക്കെയോ വീട്ടിലേക്ക് ആവശ്യമായ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരാൻ. കുറച്ച് കഴിഞ്ഞപ്പോഴതാ അസ്കറിൻ്റെ കാറ് വരുന്നു. ആ മോളെ, അതാ അവനെത്തി. അസ്കർ വാഹനത്തിൽ നിന്നിറങ്ങി ഡിക്കി തുറന്ന് സാധനങ്ങളെല്ലാം എടുത്തു. വീട്ടിലേക്ക് കയറുകയാണ്. ഉമ്മ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ആ ഷിഫ, നീ എപ്പോൾ വന്നു? ഞാനിപ്പോൾ എത്തിയതേ ഉള്ളൂ. എടാ മോനെ, ഷിഫ ഒരു സന്തോഷ വാർത്തയായിട്ടാണ് വന്നിട്ടുള്ളത്. സന്തോഷ വാർത്ത? എനിക്കോ അതോ നമ്മക്കോ? എന്താണ്, നമുക്ക് സന്തോഷം ഉണ്ടാവും ഉമ്മ ഈ ഒരു ജന്മത്തിൽ. നമ്മളിങ്ങനെ പേടിച്ച് കഴിയേണ്ടവരല്ല മോനെ. എൻ്റെ ബാപ്പാനെ എന്താ ഷമ്മാസ് ഒന്നിരുത്തിക്കണമെന്നാണ് പറഞ്ഞിട്ടത്. എന്തുമ്മ നിങ്ങളീ പറയുന്നത്? ബാപ്പാനെ വെല്ലാനെ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും ഒരു കുട്ടി ബാപ്പാക്ക് നേരെ കൈ ഉയർത്തുകയോ ഒന്ന് നാവ് ഉയർത്തുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ആരെങ്കിലും അങ്ങനെ ഉയർത്തിയാൽ തന്നെ പിന്നെ വെച്ചേക്കില്ല ഹുസൈനാജി. അതല്ലേ എൻ്റെ അറിയപ്പെട്ട ബാപ്പ. എനിക്ക് സത്യം പറഞ്ഞാൽ നാണക്കേട് പുറത്ത് വരെ ഇറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. വല്ലാത്തൊരു ബുദ്ധിമുട്ട് മോനെ. അതാണ് പറയണതേ. ഷിഫ ആ ഒരു സന്തോഷ വാർത്ത വന്ന് പറഞ്ഞതാണ്. എന്താ ഉമ്മ, എന്താ ഷിഫ നീ പറഞ്ഞത്? ഉമ്മ പറയും, ഉമ്മയോട് പറഞ്ഞിട്ടുണ്ട്. അതേ മോനെ, അതേ രാത്രി ഷമ്മാസ് ഡ്യൂട്ടി കഴിഞ്ഞ് പോയിരുന്നല്ലോ അവൻ്റെ ഷോപ്പ് അടച്ചിട്ട്. അപ്പോൾ എൻ്റെ ബാപ്പയും സംഘം ഇവിടെ കാത്തിരുന്നേനു. പഠിച്ചവനെ, വീണ്ടും എൻ്റെ ബാപ്പ ആക്രമണം അയച്ചു വിട്ടോ. എന്തൊരു കഷ്ടമാണിത്. ഇയാളെ കൊണ്ട് ഞാൻ തോറ്റുപോയല്ലോ. ബാപ്പ എന്നൊരു പേരേ ഉള്ളൂ. മനസ്സിൽ എന്നോ മരിച്ചു പോയിക്കുന്നു എൻ്റെ ബാപ്പ. ഒരിക്കലും അതെൻ്റെ ബാപ്പയല്ല. എനിക്കതിനെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. മോനെ, എൻ്റെ ബാപ്പ ഷമ്മാസിനെതിരെ എന്തൊക്കെ അക്രമങ്ങൾ അഴിച്ചുവിട്ട് ആൾക്കാരെ കൊണ്ട് തല്ലിക്കാൻ നോക്കി എന്നൊക്കെ പറഞ്ഞു. പഠിച്ചവനെ, ഇനി അതും കൂടെ വേണ്ടുള്ളൂ. 2ാമത്തെ പ്രാവശ്യം അവൻ ആക്രമിക്കാൻ വന്നോ അയാൾ? മോനെ, അതെ. പക്ഷേ ഈ പ്രാവശ്യം ഷമ്മാസിൻ്റെ നേർക്കുനേരാണത്ര ഏറ്റുമുട്ടിയത്. ആണോ? എന്നിട്ടെന്താ? ഷമ്മാസിനെ അവരുടെ അടുക്കലേക്ക് നിന്ന് നല്ല കിട്ടിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഇരട്ടിയായിട്ട് അവൻ അങ്ങോട്ട് കൊടുത്തു എന്ന് പറഞ്ഞു. സത്യമാണോ ഉമ്മ ഞാൻ കേൾക്കുന്നത്? അതേ മോനെ, ശരിക്കും നന്നായിട്ടാണ് പെരുമാറിയെന്ന് പറഞ്ഞു. അയാൾ നടക്കാൻ കഴിയാതെ റോഡിൽ കിടക്കായിരുന്നു അത്രേ. എന്തായാലും അവരൊക്കെ ആരൊക്കെ പിടിച്ചു വലിച്ച് കൊണ്ടുപോയി എന്നാണ് പറഞ്ഞിട്ടത്. അത് കേട്ടപ്പോൾ ശരിക്കും അസ്കറിന് സന്തോഷമായി. അവൻ ഉമ്മയെ കെട്ടിപ്പിടിച്ചു. ഉമ്മ, നമുക്ക് ഇനിയെങ്കിലും സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുമോ? ഉപ്പാൻ്റെ ഈ സ്വഭാവത്തിന് വല്ല മാറ്റം ഉണ്ടാവുമോ? അതേ മോനെ, നമുക്കൊന്ന് കാണാൻ പോകണം. എനിക്ക് കുറച്ച് കണക്കുകൾ തീർക്കാണ്ട് എൻ്റെ ബാപ്പാനോട്. അതെനിക്ക് തീർക്കണം. എന്തെങ്കിലും എനിക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. ഒത്തിരി കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എന്നെയും എൻ്റെ കുട്ടിനെയും. ഒരുപാട് കണ്ണീര് കുടിച്ചിട്ടുണ്ട്, ഒരുപാട് വേദന സഹിച്ചിട്ടുണ്ട്. അതിനൊക്കെ പകരമായിട്ട് അയാളുടെ മുഖത്ത് നോക്കി 2 വർത്താനം പറയണം എനിക്ക്. അത് മരിക്കുന്നതിന് മുമ്പ് എൻ്റെ ഒരു ആഗ്രഹമാണ്. ഉമ്മ, വിശ്വസിക്കാൻ പറ്റൂല. ഉപ്പയുടെ അടുക്കലേക്ക് എൻ്റെ ഉമ്മയായി ഇനി ഒരിക്കലും വിടില്ല. ഇനി നിങ്ങൾ തമ്മിൽ കാണുന്നവരെ എനിക്കിഷ്ടമല്ല മോനെ. അതുകൊണ്ടൊക്കെ തന്നെയാണ് എനിക്ക് ചിലതൊക്കെ പറയാനുണ്ട്. ചിലതൊക്കെ അയാളുടെ മുഖത്ത് നോക്കി എനിക്ക് വിളിച്ച് പറയണം. അത്രക്കും ദയനീയ അവസ്ഥയിൽ അയാൾ നിൽക്കുകയാണെങ്കിൽ, എഴുന്നേൽക്കാൻ പറ്റാത്ത രീതിയിലാണെങ്കിൽ എന്താ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് കൊടുക്കണം എനിക്ക്. എൻ്റെ കൈ ധരിക്കുന്നുണ്ട് ഉമ്മ. ബാപ്പയുടെ മുഖത്തേക്ക് നോക്കും വരെ എനിക്ക് പേടിയായിരുന്നു. കാരണം എന്തെങ്കിലുമൊക്കെ പറയും, ചീത്ത പറയും, തല്ലും. എൻ്റെ ഉമ്മാനാണെങ്കിൽ എൻ്റെ മുമ്പിലിട്ട് ഒരുപാട് ഉപദ്രവിക്കും. അതിൽ നിന്നൊക്കെ ഉമ്മ
ബാപ്പാക്ക് അങ്ങനെ പറ്റിയതുകൊണ്ട് ഇനി അങ്ങനെ നടക്കില്ലല്ലോ. മോനെ, നമുക്കൊന്ന് പോകണം, ആ വീട്ടിലേക്ക് പോകണം. വീട്ടിലേക്ക് പോയിട്ട് അയാളെ ഒന്ന് കാണണം. സ്നേഹിക്കാനല്ല, അയാൾക്ക് സഹായം ചെയ്യാനുമല്ല, പരിചരിക്കാനുമല്ല. അതിനൊക്കെ ഇഷ്ടം പോലെ പെണ്ണുങ്ങളുണ്ടാവുമല്ലോ. പലവട്ടം എത്രയോ പെണ്ണുങ്ങളാണ് അയാളുടെ കൂടെ ഞാൻ കണ്ടിട്ടുള്ളത്. അതൊക്കെ അവർ സഹായിക്കാൻ വന്നോളും. എന്തൊക്കെ തന്നെയായാലും ഇനി എന്നെ കിട്ടില്ല, ഞാൻ ഒരിക്കലും പോകൂല. പക്ഷേ ഒന്ന് കാണണം, ആ ഒരു ദയനീയമായി കിടക്കുന്ന ആ ഒരു രംഗം ഒന്ന് കാണാനാണ്, അല്ലാതെ ഒന്നിനുമല്ല. ഒരുപാട് പകരം ചോദിക്കാനുണ്ട്. അതൊന്നും ഒരിക്കലും നമ്മൾ ചോദിച്ചാൽ ഒന്നിനും പകരമാവില്ല, അതെനിക്കറിയാം. പെട്ടെന്ന് ഉമ്മ ചോദിച്ചു, മോളെ ഷിഫ, നീ വരുന്നുണ്ടോ ഞങ്ങളുടെ കൂടെ? ഞങ്ങൾ പോവാണ് ആ തറവാട്ടിലേക്ക്. അത്രയും വലിയ കൊട്ടാരം പോലത്തുള്ള ഒരു വീടുണ്ടാക്കിയിട്ടിട്ടുണ്ടല്ലോ. പക്ഷേ ഒരു ദിവസം പോലും ഞാനതിൽ സമാധാനത്തോടെ ഒന്ന് അന്തി ഉറങ്ങിയിട്ടില്ല. പകലാണെങ്കിലും രാത്രിയാണെങ്കിലും സമാധാനം കിട്ടാത്ത ഒരു വീടായിരുന്നു അത്. ആ വീട്ടിലേക്ക് നീ പോരുന്ന മോളെ? ഉമ്മ, ഞാൻ ഉമ്മയോട് ചോദിച്ചിട്ട് വരാം. അല്ലെങ്കിലും നിങ്ങളെ അങ്ങനെ ഒറ്റയ്ക്ക് പോകുന്നും വേണ്ട. കാരണം അതിൻ്റെ ശിങ്കിടികളൊക്കെ ഇഷ്ടം പോലെ അവിടെ ഉണ്ടാകും. ഇനി ആരെങ്കിലും ശത്രുക്കളെങ്ങാനും കടന്നു വരുമോ എന്ന് ഭയന്നിട്ട് കാവൽ നിർത്തിയിട്ടും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ മോളെ, എനിക്ക് ഭയമില്ല. ഞാൻ മരിക്കണമെങ്കിൽ മരിക്കട്ടെ. ഞാൻ ധീരതയോടെ തന്നെ പോകും അയാളുടെ മുമ്പേക്ക്. അയാളുടെ മുഖത്ത് നോക്കി 2 വർത്തമാനം പറയാണ്ട്. അത് പറയാതെ എനിക്ക് മരിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ ഷിഫ അതാ അവളുടെ വീട്ടിലേക്ക് പുറപ്പെടുന്നു. മോനെ, നമുക്ക് ഇന്ന് തന്നെ പുറപ്പെടാം. ഉമ്മ, നിങ്ങളുടെ ആഗ്രഹമാണെങ്കിൽ അത് നടക്കട്ടെ. ഉമ്മ ഷിഫയെ വിളിച്ച് പറഞ്ഞു, മോളെ നീ മാറ്റിക്കോ, ഞങ്ങൾ പോവാണ്. പിന്നെ എനിക്കൊന്ന് അയാളൊന്ന് കാണണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഷിഫ ഉമ്മയോട് കാര്യം പറഞ്ഞു. പക്ഷേ ഉമ്മക്ക് വലിയൊരു താല്പര്യമില്ലായിരുന്നു. മോളുടെ കുടുംബ പ്രശ്നം തീർക്കാൻ അവർ പോവുകയാണ്. അതിപ്പോൾ ഉമ്മ ഒന്നും ഉണ്ടായിട്ടില്ല. ആ ഉമ്മക്ക് ഞാനല്ല ഉമ്മയെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ ഉമ്മ എന്നെ വിളിച്ചു, അതുകൊണ്ടാണ്. എന്നാ മോളെ പോയിക്കോ, പിന്നെ ഒരു പ്രശ്നത്തിലും പെടരുതിട്ടോ. അനക്ക് കുറച്ച് ന്യായം പറയൽ ഏറെയാണ്. ആ പറച്ചിലൊന്നും വേണ്ട കേട്ടോ. എന്ത് തെറ്റ് കണ്ടാലും നീ ഉറക്കെ വിമർശിക്കുന്നവളാണ് എന്നെനിക്കറിയാം. അതുകൊണ്ട് തന്നെ മോളെ ഷിഫ, നിന്റെ കാര്യത്തിൽ എനിക്കല്പം പേടിയാണ്. ആ പൊയ്ക്കോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ശ്രദ്ധിക്കണം കേട്ടോ മോളെ. ഉമ്മ, നിങ്ങൾക്ക് എന്താ എൻ്റെ കാര്യത്തിൽ ഇത്ര പേടി? ഒരു പേടിയും പേടിക്കണ്ട. അങ്ങനെ അതാ അസ്കറിൻ്റെ ഉമ്മയോട് വിളിച്ചു പറയുന്നു, ഉമ്മ, ഞാനുണ്ട് നിങ്ങളുടെ കൂടെ. അസ്കർ വണ്ടി സ്റ്റാർട്ട് ചെയ്തു ഉമ്മയെ കൊണ്ട് നേരെ ഷിഫയുടെ വീടിൻ്റെ മുമ്പിലേക്ക്. ഷിഫ അവിടെ നിന്ന് കയറി. ഷിഫയുടെ ഉമ്മ ദുആ ചെയ്തു, പഠിച്ച റബ്ബേ, കാത്തു രക്ഷിക്കണേ റബ്ബേ. അവരുടെ വീട് ലക്ഷ്യമാക്കി അതാ അവർ പോകുന്നു. സത്യം പറഞ്ഞാൽ അസ്കറിൻ്റെ ഉമ്മക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പഠിച്ചോനെ, സ്വന്തം വീട്ടിലേക്ക് പോകാനാണ് ഇത്ര ഭയം. സ്വന്തം ഭർത്താവിനെയാണ് ഇത്രയധികം പേടിക്കേണ്ട ഒരു അവസ്ഥ. വല്ലാത്തൊരു. കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം ആ വലിയൊരു വീടിന് മുമ്പിൽ അതാ അസ്കറിൻ്റെ കാറ് ബ്രേക്കിടുന്നു. മോനെ, അകത്തേക്ക് കയറ്റുന്നില്ലേ? ഹേയ് വേണ്ട ഉമ്മ, അതൊരു പക്ഷേ ഇഷ്ടപ്പെടില്ല. ഇവിടെ നിൽക്കാം തൽക്കാലം. ഉമ്മ ഇവിടെ ഇരിക്കേ. ഉമ്മയും ഷിഫിയും ഞാൻ ഒന്ന് വീട്ടിലേക്ക് കയറിയിട്ട് എന്തൊക്കെയാണ് സ്ഥിതി വിവരങ്ങൾ എന്ന് നോക്കിയിട്ട് വരാം. വീട്ടിനകത്തേക്ക് അതാ അസ്കർ കയറി ചെല്ലുന്നു. അസ്കറിനെ കണ്ടതും അവിടെയുള്ള ആ ഒരു കാവൽക്കാരൊക്കെ അല്പം മാറി നിന്നു. അതെ, മൂപ്പരുടെ മകനാണ് എന്നുള്ള രീതിയിൽ നേരെ ബാപ്പ കിടക്കുന്ന ആ റൂമിലേക്ക്. ആ ഒരു കാഴ്ച കണ്ട് ശരിക്കും അസ്കർ ഞെട്ടിപ്പോയി. തൻ്റെ ബാപ്പ അതാ കട്ടിൽ ചാരിയിരിക്കുന്നു, കാലുകളിൽ കെട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തിൻ്റെ 2 ഭാഗത്തുമായിട്ട് 2 സ്ത്രീകൾ അയാളെ മസാജ് ചെയ്തു കൊടുക്കുന്നു. ശരിക്കും പറഞ്ഞപ്പോൾ ആ ഒരു കാഴ്ച അതവന് കാണാൻ കഴിഞ്ഞില്ല. അവൻ മുഖം തിരിച്ചു. എൻ്റെ മോൻ അസ്കറല്ല വന്നത്? ഹുസൈനാജി ചോദിച്ചു. അവനെങ്ങോട്ട് വിളിക്ക്. എന്താ അസ്കറെ, ഇജി പെട്ടെന്ന് നിങ്ങൾ മുഖം തിരിഞ്ഞു പോയത്? എന്താ എൻ്റെ മുഖത്തേക്ക് നോക്കാൻ എനിക്കത് ധൈര്യമില്ലേ? ബാപ്പയുടെ മുഖത്തേക്ക് നോക്കാൻ ധൈര്യമില്ലാഞ്ഞിട്ടല്ല അവൻക്ക്. ആ ഒരു പെണ്ണുങ്ങൾ ഉപ്പയെ അത്രക്കും ഒഴിഞ്ഞു കൊടുക്കുന്ന ആ ഒരു രംഗമാണ് അവന് കാണാൻ കഴിയാതിരുന്നത്. പഠിച്ച റബ്ബേ, എൻ്റെ ഉമ്മ ഇത് കാണുമ്പോൾ ഉമ്മാക്കിത് സഹിക്കോ? ഹേയ്, ഒരിക്കലുമില്ല. തൽക്കാലം ഉമ്മ അവിടെ തന്നെ നിന്നോട്ടെ. ഉമ്മയോട് എന്തെങ്കിലും കളവ് പറഞ്ഞ് ഒഴിവാക്കിയിരിക്കും നല്ലത് എന്ന് പറഞ്ഞ് അതാ അസ്കർ തിരിഞ്ഞു നോക്കിയപ്പോൾ അവൻ്റെ ഉമ്മ ഏതാ തൊട്ടു പിന്നിലായി നടന്നു വരുന്നു, കൂടെ ഷിഫയും. ഉമ്മ, അങ്ങോട്ട് പോവണ്ട. എന്താ മോനെ പോയാലേ? എനിക്ക് കൂടെ അവകാശപ്പെട്ട വീടല്ല ഇത്. ഉമ്മ, തൽക്കാലം അങ്ങോട്ട് പോവണ്ട, പോവാതിരിക്കുകയാണ് നല്ലത്. എന്താണ് മോനെ, നീ പറയേ. അസ്കറിനെ തട്ടിമാറ്റി ഉമ്മ അതാ ഉപ്പ കിടക്കുന്ന ആ റൂമിലേക്ക്. ആ ഒരു ദയനീയമായ രംഗം
കണ്ട് ഉമ്മയുടെ മുഖം വല്ലാതെയായി. സ്വന്തം ഭാര്യയെ കണ്ടതും ഹുസൈനാജിയുടെ മുഖം ഒന്ന് കറുത്തു. എങ്കിലും സ്നേഹം മുന്നിൽ പ്രകടിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞു, ആ ആരപ്പത്? എൻ്റെ പൊന്നു മോളെ, അന്നെ കാണാൻ എനിക്ക് പൂതിയായി. എന്നാലും ജിന്നെ കാണാൻ വന്നല്ലോ, എനിക്കത് മതി. തൊട്ടടുത്തായിട്ട് തൻ്റെ ചുമലിലും കഴുത്തിലും തലയിലുമെല്ലാം തടവുന്ന പെണ്ണുങ്ങളോട് പറഞ്ഞു, നമ്മളെ ബീഡരാണോ ഒരേ? അത് പിന്നെ ഞങ്ങൾക്കറിയില്ല ആജിയരെ, നിങ്ങളെന്താ അങ്ങനെയൊക്കെ പറയുന്നത്? നമ്മളെ ബീഡരെ വിഷമം കൊണ്ട് ഇറങ്ങിപ്പോയതാണ്. ഇപ്പം ഞമ്മക്ക് സുഖമില്ലയെന്ന് പറഞ്ഞപ്പോൾ ഇതാ കാണാൻ വന്നിക്കണം. സ്നേഹം ഉണ്ട് കേട്ടോ ഓൾക്ക്. ഹുസൈനാജിയുടെ ഭാര്യ ഒന്നും മിണ്ടിയില്ല. ആ ഒരു ദയനീയമായ കാഴ്ച അവൾക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. ഇനിയെങ്കിലും ഇയാൾ ഇതെല്ലാം നിർത്തുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഇയാൾ സ്നേഹത്തോടെ അസ്കറിൻ്റെ ഉമ്മയെ വിളിക്കുന്നു. എന്തപ്പോൾ അവിടെ മടിച്ചു നിൽക്കണേ? ഇങ്ങോട്ട് പോന്നൂടെ? ചതിയനാണ്, കള്ളനാണ്, ഒന്നിനും മടിക്കാത്തവനാണ്. ഇപ്പോൾ ആളുകളുടെ ഇടയിൽ നല്ല രീതിയിൽ സ്നേഹത്തോടെ പെരുമാറുന്നു. ഒറ്റ കയ്യിൽ കാണാം, എന്നെ വെച്ചേക്കില്ല അയാൾ. പക്ഷേ അസ്കറിൻ്റെ ഉമ്മ ധൈര്യം കൈവിടഞ്ഞില്ല. അവർ നേരെ ഹാജിയാരുടെ മുമ്പിലേക്ക്. അല്ല, എന്തപ്പോൾ നിങ്ങളെ കാലിന് പറ്റിയത്? കാലിനൊരു പരിക്ക് പറ്റിയതാണ്, ചെറുതായൊന്ന് വീണു. അതെ, 2 കാലിനും പരിക്കുണ്ടോ? ആ, 2 കാലിനോട് നടക്കാൻ വയ്യ. ഒരു വീഴ്ചയിൽ 2 കാലിനും അങ്ങനെ അത്രമാത്രം പരിക്ക് പറ്റിയത്? ഓ, അത് വീണത് കുറച്ച് ഇടങ്ങാറുള്ള സ്ഥലത്തായതുകൊണ്ടേ. ആഹാ, അപ്പോൾ പഠിച്ചവനായിട്ട് നിങ്ങൾക്ക് ശിക്ഷ തന്നതാണല്ലേ, അല്ലാതെ ഒരാൾ ഉപദ്രവിച്ചതല്ലല്ലോ. നമ്മളെ ഉപദ്രവിക്കാനോ? ആരുപദ്രവിക്കാൻ? നമ്മളൊരു കുട്ടി ഉപദ്രവിക്കില്ല. അയാളുടെ സംസാരത്തിൽ ഭയങ്കര അഹങ്കാരം അപ്പോഴും തുളുമ്പിയിരുന്നു. ഉമ്മ വിചാരിച്ചു, എത്ര തന്നെ കിട്ടിയിട്ടും അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. ആജിയരെ, ഇങ്ങളൊക്കെ ആര് തോൽപ്പിക്കാനല്ലേ? അതിലൊരുത്തിയതാ ഹുസൈനാജിയെ മസാജ് ചെയ്യുന്നതിനിടയിൽ പറയുന്നു. ആ, ഓൽക്കൊന്നും അറിയില്ല ഇതിനെ പറ്റിയേ. നമ്മളെ തോൽപ്പിക്കാൻ ഇവിടെ ആളോ? ഞാനൊന്ന് എണീക്കട്ടെ, എൻ്റെ കാലിന് പോയി കമ്പിടേണ്ട അവസ്ഥ ആയിക്കണ്. അസ്കറിൻ്റെ ഉമ്മ നേരെ ഹുസൈനാജിയുടെ മുമ്പിൽ ചെന്ന്, അതെ, നിങ്ങൾക്ക് തരാനുള്ളത് പഠിച്ചോൻ തന്നില്ലേ? നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുത്തിയില്ലേ ഒരുപാട് ആളുകളെ? ഒരുപാട് ബുദ്ധിമുട്ടാക്കിയില്ലേ? അതിനുള്ളതായിരിക്കില്ലേ പഠിച്ചോൻ തന്നത്? തുടങ്ങിയുള്ള ചിലക്കൽ. ഇതിനടിജിന്നെ കാണാൻ വന്നത്? ഇറങ്ങി പോടി എൻ്റെ മുമ്പിന്ന്. ഒരു സമാധാനം കിട്ടിയെന്ന് വിചാരിച്ചിരുന്നു. ആഹാ, അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ. നിങ്ങൾക്കിപ്പോൾ എണീറ്റ് ഓടി വന്നതിനെ തല്ലാനൊന്നും കഴിയില്ല അല്ലേ? മറ്റേത് ഞാൻ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് നിങ്ങൾ എൻ്റെ നേർക്കെടുക്കും, എൻ്റെ മുഖമടിച്ച് ശരിയാക്കും, എന്തൊക്കെ ചെയ്തിരുന്നു? അതിൽ ആ പെണ്ണുങ്ങൾ പറയുന്നു, പൊന്നാര താത്ത, ഹാജർ ഇവിടെ സുഖമില്ലാതെ നിൽക്കുന്ന സമയത്ത് നിങ്ങളിപ്പോൾ ഇങ്ങനത്തെ വർത്താനൊക്കെ പറഞ്ഞു ശരിയാണോ? ഈ പൊടി എൻ്റെ നാവടക്ക്. നാണമില്ലല്ലോ ഒരാളങ്ങനെ ഒഴിഞ്ഞും പിഴിഞ്ഞും നിൽക്കാൻ. അതിൽ ആ സ്ത്രീ ഒന്നും മിണ്ടിയില്ല. അസ്കറിൻ്റെ ഉമ്മ ഈ ഒരു അവസരം നല്ല രീതിയിൽ മുതലാക്കിയിരുന്നു. നാണം കെട്ട വർഗ്ഗമാണ് നിങ്ങളൊക്കെ. ഇങ്ങൾക്കൊന്നും ഭർത്താക്കന്മാരില്ലടി? അതേ, വല്ലാതെ മുണ്ടല്ലോ, എന്നെ നാവയാ മുറിച്ചും. ഹുസൈനാജി അപ്പോൾ ചിലച്ചു. കാലൊടിഞ്ഞു കിടന്നിട്ടും തന്തക്ക് അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. നാണല്ലാത്തൊരു ഏർപ്പാട്. നിങ്ങളെ കാലൊടിച്ചാൽ മാത്രം പോരായിരുന്നു, കണ്ണും കുത്തി പൊട്ടിക്കേണ്ടിയിരുന്നു. ദേഷ്യത്തോടെ ഹുസൈനാജി അതാ പിടഞ്ഞെഴുന്നേൽക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷേ കാലുകൾ അതിന് സമ്മതിക്കുന്നില്ല. അതിൽ ആ പെണ്ണുങ്ങൾ പറഞ്ഞു, ആചേരെ, പൊന്നാരാചേരെ, ഞങ്ങൾ നേരം വെളുത്തിട്ടും രാത്രിയിലും ഒക്കെ നിങ്ങളെങ്ങനെ ഒഴിഞ്ഞ് നന്നാക്കി നടക്കുകയാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരാളെന്തെങ്കിലും പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ എണീറ്റ് ഓടാൻ നിന്നാലോ? ഒന്ന് റെസ്റ്റ് എടുത്താലല്ലേ കാര്യങ്ങളൊക്കെ ശരിയാവുള്ളൂ. വൈദ്യരെ വീട്ടിൽ കൊണ്ടുവന്നിട്ടാണ് ഈ കാലൊക്കെ ഇങ്ങനെ കെട്ടിച്ചതും തൈലും തേക്കണതും. പൊന്നാര താത്ത, നിങ്ങൾ ഞാജേരയുടെയായിട്ടൊന്നും പറയില്ലേ. നിങ്ങൾ തമ്മിൽ ഭാര്യയും ഭർത്താവൊക്കെ തന്നെയാണ്, ശരി തന്നെയാണ്. എന്നാലും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചൂടാകണ വർത്താനം പറഞ്ഞാൽ മൂപ്പരെ കാല് ശരിയാവില്ല. മൂപ്പരെ കാല് ശരിയാകാഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ട് തന്നെയാണ്. അത് കേട്ട് അസ്കറിൻ്റെ ഉമ്മാക്ക് ദേഷ്യം തിളച്ചു തൂവി. ഉളുപ്പില്ലാത്തവരോട് സംസാരിക്കുന്നതിനേക്കാൾ നല്ലത് ഇറങ്ങിപ്പോകുന്നതാണ്. അതായിരിക്കും ആത്മാഭിമാനം. അസ്കറിൻ്റെ ഉമ്മ മുഖത്ത് നോക്കാതെയാണ് അത് പറഞ്ഞത്. ഹുസൈനാജിക്ക് ദേഷ്യം ഇരമ്പി വരുന്നു. പക്ഷേ അയാളുടെ കൈ വിറക്കുന്നുണ്ടായിരുന്നു. ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ അവളുടെ മുഖമടിച്ച് പൊട്ടിച്ചേനെ എന്നുള്ള ചിന്തയാണ് അയാളുടെ മനസ്സിൽ. ഇറങ്ങിപ്പോടി എൻ്റെ മുമ്പിന്ന്, എൻ്റെ കാര്യങ്ങളൊക്കെ തകർക്കാൻ വന്നിക്കണിയേ എന്ന് പറഞ്ഞ് ഹുസൈനാജി ഇരമ്പുകയാണ്. പെട്ടെന്ന് അസ്കർ മുന്നോട്ട് വന്നു. ഇറങ്ങിപ്പോവേ? ആര്? ആരിറങ്ങിപ്പോവുക? ഞാനോ അതോ എൻ്റെ ഉമ്മയോ? രണ്ടിനും കൂടി പിടിച്ചിട്ട് ഞാണ്ടല്ലോ. ബാപ്പ, നിങ്ങൾ അടങ്ങി. നിങ്ങൾ അഹങ്കാരം ഇപ്പോഴൊന്നും തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പഠിച്ചവനായിട്ട് തന്നെ നിങ്ങളെ കാലും കൈയും ഒടിച്ച് ഇവിടെ ഇട്ടത്. നിങ്ങളവിടെ കിടക്കണം. കുറച്ച് അഹങ്കാരം നിങ്ങൾക്ക് മാറാണ്ട്. സ്വന്തം
എൻ്റെ ഉമ്മയെ, സ്വന്തം ഭാര്യയെ എത്രമാത്രം നിങ്ങൾ വേദനിപ്പിച്ചു, എത്ര ഉപദ്രവിച്ചു. അതിനൊക്കെ പ്രായശ്ചിത്തം ചെയ്യാതെ ഇവിടുന്ന് പോകാൻ പറ്റില്ലല്ലോ. എൻ്റെ ബാപ്പയായതുകൊണ്ട് പറയല്ല, ഇനി അങ്ങനെ എൻ്റെ ഉമ്മാനെ നേർക്ക് എടുത്താലുണ്ടല്ലോ ആ കൈയും കൂടി ഞാനോട് ഒടിച്ചിടും, നോക്കിക്കൊണ്ടി. എടാ, അന്യ എൻ്റെ തള്ളന് ഞാൻ ചുട്ട് പറയിപ്പിക്കണ്ട എന്നെ കൊണ്ട്. അതെ ബാപ്പ, നിങ്ങളിപ്പോൾ കിടന്ന കിടപ്പ് അവിടെ കിടന്നോളേ. ബാപ്പാക്ക് 2 ദാസിമാരുണ്ടല്ലോ ഇവിടെ, ഒഴിയാനും പിഴിയാനും. നാണമില്ലല്ലേ പെണ്ണുങ്ങളെ നിങ്ങൾക്ക് ഇങ്ങനെ? ഇവിടെ എന്താ ആണുങ്ങളെ കിട്ടൂലേ ഇതിനൊന്നും? മോനെ, അത് ആചാര്യക്ക് ഞങ്ങളൊക്കെ അല്ലേ പറ്റുള്ളൂ പെണ്ണുങ്ങളെ, അതുകൊണ്ടാണ്. എന്നാലും നിങ്ങളിങ്ങനെ വന്നിട്ടല്ലേ. ഹുസൈനാജിക്ക് ഇപ്പോൾ ശരിക്കും നടക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അസ്കറിൻ്റെ ഉമ്മാക്കും നല്ല രീതിയിൽ ഉപദ്രവം കിട്ടിയിരുന്നു. പക്ഷേ അയാൾക്ക് അനങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. ഉമ്മ അവനെ വിളിച്ചു, മോനെ നീ പോരടാ, ഇവിടെ ഓരോ പെണ്ണുങ്ങൾ വന്ന് കൂടിക്കണുണ്ടല്ലേ എൻ്റെ ബാപ്പാൻ്റെ അടുത്ത്. നമ്മളിവിടെ ഉളുപ്പില്ലാത്തവരായി നിൽക്കണ്ട, അവരേതായാലും മാനം കെട്ടവരാണ്. അവരോട് സംസാരിക്കാൻ ഞമ്മളാരാ? ഇങ്ങോട്ട് പോരും മോനയ്യേ. ഉമ്മ, അങ്ങനെ അങ്ങ് പോകാൻ പറ്റില്ല. അതെ, ഇതെൻ്റെ ബാപ്പാൻ്റെ വീടാണെങ്കിൽ അത് എനിക്ക് കൂടി അവകാശപ്പെട്ട വീടാണ്, അല്ലാതെ മറ്റുള്ള പെണ്ണുങ്ങൾക്ക് കയറി നിരങ്ങാനുള്ളതല്ല ഇവിടെ. അസ്കറിൻ്റെ ആ ഒരു വാക്ക് ശരിക്കും ഉച്ചത്തിലായിരുന്നു. എല്ലാവരും അത് കേട്ട് ശരിക്കൊന്ന് ഞെട്ടി. അതെ, ആ ബാപ്പാൻ്റെ മോനല്ലേ, കുറച്ച് കുഷർ ഓനക്കും ഉണ്ടാവും. അവിടെ വന്ന പെണ്ണുങ്ങൾക്കെല്ലാം ശരിക്കൊന്ന് ഭയമായി. കാരണം അവൻ അത്ര ഉച്ചത്തിലാണ് അങ്ങനെ സംസാരിച്ചത്. പിന്നെ എല്ലാവരോടും കൂടി ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞേക്കാം. ഈ വീട്ടിലെങ്ങാനും വല്ല അനാശാസ പ്രവർത്തനങ്ങളും നടന്നു എന്നതെങ്ങാനും എനിക്ക് ന്യൂസ് കിട്ടിയാൽ പിന്നെ നിങ്ങളുടെ കുടുംബത്തിലാകെ ഞാനതങ്ങ് പാട്ടാക്കും. അപ്പക്കപ്പം പോലീസിനെ വിളിച്ചു കൊണ്ടുവന്നേ എല്ലാവരുടെ മുമ്പിൽ നിർത്തി ഫോട്ടോ എടുത്ത് ഷെയർ ചെയ്യും. ആദ്യം തന്നെ അതിന് നിൽക്കണ്ട, പറഞ്ഞില്ലെന്ന് വേണ്ട. ഹുസൈനാജിയെ ഒഴിഞ്ഞുകൊണ്ടിരുന്ന ആ ഒരു പെണ്ണുങ്ങൾ തൽക്കാലം ഒന്ന് വിട്ടു നിൽക്കുകയാണ് അപ്പോഴുണ്ടായത്. എന്താടി, ഓൻ 2 വർത്താനം പറഞ്ഞപ്പോൾ നിങ്ങൾ പേടിച്ചോ? അത് ഹാജിയരെ, അങ്ങനെ ഓനെ പേടിച്ച് നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ 5ൻ്റെ പൈസ ഹാജിയർ തരൂലട്ടോ, പറഞ്ഞില്ലെന്ന് വേണ്ട. അവരോട് ഹുസൈനാജി ദേഷ്യപ്പെട്ടുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഉമ്മയുടെയും ബാപ്പയുടെയും മകൻ്റെയും ആ സംസാരമെല്ലാം ശരിക്കും ഷിഫ കേട്ടിരുന്നു. പക്ഷേ ഹാജിയരുടെ മുമ്പിലേക്ക് അവൾ വന്നില്ലായിരുന്നു. അവൾ അവിടെ ആ ഭാഗത്ത് നിൽക്കുകയായിരുന്നു. ഷിഫക്ക് ഇതെല്ലാം കണ്ട് എന്തൊക്കെയോ തോന്നാണ്. ആ പെണ്ണുങ്ങൾ ആദ്യം പിടിച്ച് പുറത്താക്കണം, എന്നെങ്കിൽ തന്നെ നന്നാവുള്ളൂ. പെട്ടെന്ന് മജീദ് ഹദ കയറി വരുന്നു. ഷിഫയെയാണ് അയാൾ ആദ്യം കണ്ടത്. ഷിഫയുടെ മുഖം കണ്ടപ്പോൾ മജീദ് ഒന്ന് ഞെട്ടി. പഠിച്ചോനെ, ഇത് മറ്റേ ആളല്ലേ. പിന്നീടാണ് അസ്കറിനെയും ഉമ്മയെയും എല്ലാം കണ്ടത്. മുഖത്ത് ഒരു ചിരി വരുത്തി ഭയത്തോടു കൂടി അവൻ നേരെ ഹുസൈനാജിയുടെ അടുക്കലേക്ക്. ആജിയരെ, മറ്റേ ആളോടെ വന്നിട്ടുണ്ടല്ലോ, മറ്റേ വിത്ത്. ചില്ലറ സാധനം എന്നല്ലട്ടോ, ഓളെ പേടിക്കണം നമ്മൾ, ഒന്നിനും മടിക്കാത്തവളാണ്. ആര്? അതാ അവിടെ ഉണ്ട് ഒരാൾ, ഇവരെ കൂടെ വന്നതായിരിക്കും. മജീദേ, കണ്ണ് നല്ലോണം വെച്ചോ, മനസ്സിലാക്കി വെച്ചോ. അവൾക്ക് കൊടുക്കാനുള്ളത് സമയം. എനിക്ക് എണീക്കാൻ കഴിയില്ലെങ്കിലും അതിനുള്ള ആളുകൾ ഞമ്മക്കുണ്ട്, അത് മറക്കണ്ട. ആ പെണ്ണിനോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോ, ഹുസൈനാജിയോട് കളിക്കണ്ടെന്ന്. ഹുസൈനാജിയോട് കളിച്ചവരൊന്നും വല്ലാതെ അങ്ങോട്ട് നീണ്ടത് പോയിട്ടില്ല. മജീദ് അപ്പോൾ തന്നെ വീടിൻ്റെ പുറത്തേക്ക് കടന്നു. ഷിഫിയെ ഒന്ന് വിളിച്ചു. കുട്ടിയെ ഒന്ന് വരുമോ, ഒരു കാര്യം പറയാനാണ്. പിന്നെ ഇവിടുത്തെ ആചാര്യം പറഞ്ഞാൽ അതിനെ തൊട്ടാ പൊള്ളണ സൈസാണ്. നമ്മളത് നിലക്ക് നിൽക്കുകയാണ് നല്ലത്, മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇടപെടാതെ. അങ്ങനെ ഇടപെട്ട് കഴിഞ്ഞാൽ മൂപ്പര് വെച്ചക്കൂല. പിന്നെ കുട്ടിൻ്റെ പെരക്കാർക്ക് വലിയൊരു നഷ്ടമായിരിക്കും ഉണ്ടാകുക. അതിനുള്ള പണിയൊക്കെ മൂപ്പരെടുക്കൂലേ. അതുകൊണ്ട് വേണ്ടാത്ത പണിക്ക് നിൽക്കാതെ കുട്ടിനെ വൈക്ക് പോയിക്കോളി. അതെ, ഷിഫു അത്ര ഭീരുവല്ല, എന്തിനു ഞാൻ പേടിച്ച് നിൽക്കേണ്ട ആവശ്യം? തെറ്റ് കണ്ടാൽ ഞാൻ എവിടെയാണെങ്കിലും പ്രതികരിക്കും, അത് ഉറപ്പുണ്ട്. എനിക്കത് കാണാൻ കഴിയില്ല, അത് ആരോടാണെങ്കിലും ഞാൻ പറയും. ഷിഫയുടെ ആ ഒരു വാക്ക് കേട്ട് മജീദ് ശരിക്കും ഒന്ന് ഞെട്ടി. ഇവള് വിചാരിക്കുന്ന പോലല്ല, ഇവള് കാഞ്ഞ വിളഞ്ഞ വിത്താണ്. ഹുസൈനാജി ഉറക്കെ തൻ്റെ ഭാര്യയോട് പറയുന്നു. അതെ, എനിക്കിവിടെ എണീക്കാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. അല്ലെങ്കിൽ ഞാനുണ്ടല്ലോ കുറേ സഹിച്ചത് തന്നെയാണ് ഞാൻ, കുറേ എനിക്ക് കിട്ടിയതുമാണ്. ഇനി പേടിക്കൂല ഞാൻ, എനിക്ക് നിങ്ങളെ പേടിയേ ഇല്ല. അത്രക്കും നീചനായ ഒരാളാണ് നിങ്ങൾ. കണ്ട പെണ്ണുങ്ങളൊപ്പം നടക്കുക, അവരെ തൊട്ടുരുമി ജീവിക്കുക, അതാണ് നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന ലക്ഷ്യം. അതാണല്ലോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും. നാണം കെട്ടൊരു പുരുഷനാണ് നിങ്ങൾ. എനിക്ക് വെറുത്തു പോയി നിങ്ങളെ. ഒരിക്കലും നിങ്ങളെ ഭാര്യ എന്നുള്ളൊരു പേര് എനിക്കിഷ്ടമല്ല. എനിക്ക് നിങ്ങളെ കാണുന്നത് തന്നെ വെറുപ്പാണ്. ഒരിക്കലും എൻ്റെ മുമ്പിലേക്ക് വന്നു പോവരുത് എന്ന് പറഞ്ഞിട്ട് അത് അസ്കറിൻ്റെ ഉമ്മ അവിടെ നിന്ന് ഇറങ്ങുന്നു. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.